ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് കശുവണ്ടി, ഒരു 5-6 കശുവണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നും ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ആ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8 ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് മൂപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ നെയ്യിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ അതാ ആ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ആ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഞാൻ ആ സ്പാറ്റില കൊണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാനിതാ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ എണ്ണയിൽ വഴറ്റാനുള്ളതെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പരന്ന പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊരു മീഡിയത്തിനും താഴെ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച ചുവയുണ്ടാവുമല്ലോ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അധികം റോസ്റ്റായി പോകണ്ട. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തണുക്കട്ടെ. തണുക്കാനായിട്ട് ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. ഇനി ഈ സമയത്ത് അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പലഹാരം എന്തുണ്ടാക്കുമ്പോൾ ഒരു നുള്ള് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നേന്ത്രപ്പഴം നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരകിയത്, ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കുഴയ്ക്കുന്നത് സാധാ വെള്ളം കൊണ്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. തണുത്ത വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയ പാനി ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് കൈവച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. വല്ലാതെ ലൂസായി പോകരുത്. കാരണം നമുക്കത് കൊഴുക്കട്ടയായിട്ട് ഉരുട്ടി എടുക്കാനുള്ളതുകൊണ്ട് വളരെ ലൂസാകാനും പാടില്ല. എന്നാൽ വളരെ ചപ്പാത്തിയുടെ പോലെ ഒന്ന് അത്ര കട്ടിക്കും നമ്മൾ കുഴച്ചെടുക്കരുത്. കുറച്ചൊരു ലൂസിൽ വേണം. ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കുക. കയ്യിലെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടാതെ അതുപോലെ ഉരുട്ടി നമുക്ക് എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആ 4 വിരലും കൂടെ അതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ആ വിരലിൻ്റെ അടയാളം അതിലേക്ക് വരും. ഇങ്ങനെയാണ് പണ്ട് കാലത്ത് ഈ പലഹാരം ഉണ്ടാക്കിയിരുന്നത് അമ്മമാർ. വളരെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് പീച്ചാമ്പടി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പിടിക്കൊഴുക്കട്ട എന്നൊക്കെ പറയും. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് ഇത് പറയുന്ന പേര് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നേരിട്ടത് സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ ഒരു പലഹാരത്തെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.